സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാൻ ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ നമ്മൾ 6 ശ്ലോകം ആണ് പറഞ്ഞു വെച്ചത്. 16-ാമത്തെ ദശകത്തിലെ 6 ശ്ലോകം. അതിൽ പറഞ്ഞ കാര്യം, നരനാരായണ മൂർത്തി തപസ് ചെയ്യണ സമയത്ത് അസൂയപ്പെട്ട് ഇന്ദ്രൻ സ്ത്രീകളെ അയച്ചു, അപ്സര സ്ത്രീകളെ. അതിലൊന്നും മയങ്ങാതെ ഒരു തരത്തിലും പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്ത തപസ് കണ്ടപ്പോൾ ഇന്ദ്രൻ ഭയന്നു. ഇന്ദ്രൻ അയച്ചതായിട്ടുള്ള ഇവരും ഭയന്നു. സത്യത്തിൽ ഈ പോയവരാണോ കൂടുതൽ ഭയന്നത്? കാരണം ശാപം അവർക്കാണല്ലോ കിട്ടുക. പക്ഷേ ഭഗവാൻ ശപിക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ സേവകരായിട്ടുള്ള സ്ത്രീകളെ കാണിച്ചു കൊടുത്തു. അതീവ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ, പരിചാരം ചെയ്യുന്ന പരിചാരകരായ കാതരാക്ഷി സുന്ദരികളെ കാണിച്ചു കൊടുത്തു. അവർക്ക് വളരെയധികം ലജ്ജയുണ്ടായി. ഇവരുടെ സൗന്ദര്യം എവിടെ? നരനാരായണമൂർത്തിയുടെ കയ്യിലുള്ള സ്ത്രീകളുടെ സൗന്ദര്യം എവിടെ? അടുത്തതായിട്ട് ഇന്ദ്രൻ്റെ പ്രവൃത്തി മുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. 7-ാമത്തെ ശ്ലോകം. സമ്മോഹനായ മിളിതാമദനാദയസ്തേ ത്വദ്ദാസിക പരിമളേ കില മോഹമാപു ദത്താം ത്വയാ ചർഗത്രവയേവ സർവസ്വർവാസി ഗർഭശമനിം പുനരുർവശീന്താം. പറയുകയാണ്, മോഹിപ്പിക്കാൻ വേണ്ടി എത്തിയ കാമദേവൻ മുതലായിട്ടുള്ളവർ മിളിതാമദനാദയ, മദന അതുപോലെ തന്നെ മിളിത, ഏതൊക്കെ ആൾക്കാരാണോ ഉണ്ടായത് അതിനുവേണ്ടി എത്തിച്ചേർന്നതായ ഭവാനെ സമ്മോഹിപ്പിക്കാൻ വേണ്ടി, പ്രലോഭിപ്പിക്കാൻ വേണ്ടി മിളിത എത്തിച്ചേർന്നതായ മദനാദി കാമദേവൻ മുതലായിട്ടുള്ളവർ എന്തു ചെയ്തു? വളരെയേറെ മോഹിച്ചു. മോഹം ആബു കില. ആരെ കണ്ടിട്ട്? ദാസിക പരിമളൈ, അങ്ങയുടെ ദാസിമാർ. ദാസിക എന്ന് പ്ലൂരല്, ഒന്നൊന്നല്ല, പല ദാസിമാരുണ്ട്. ദാസിക പരിമളൈ, അവരുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന സുഗന്ധനാണ് പരിമളം എന്ന് പറയുക. ആ പരിമളം കൊണ്ട് ഇവർ വല്ലാതെ മോഹിച്ചു. മോഹിക്കുക എന്ന് പറഞ്ഞാൽ അവസ്ഥാന്തരത്തെ പ്രാപിച്ചു. ലാത്ത ഗന്ധമൊക്കെ കേട്ടാൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് വിചാരിക്കാതിരിക്കുമ്പോൾ ശക്തമായിട്ടുള്ള ഗന്ധം കേട്ടാൽ ചിലപ്പോൾ ചിലക്ക് മോഹാത്സ്യമോ തലചിറ്റലോ ഒക്കെ ഉണ്ടാവും. കാരണം അതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേക മാറ്റമാണ്. അത് ഏത് ഇന്ദ്രിയങ്ങൾക്കായാലും, പെട്ടെന്നൊരു കാഴ്ചയായാലും, പെട്ടെന്നൊരു ശബ്ദമായാലും, അല്ലേ? ഇത് മൂക്കിനാണെന്നേ ഉള്ളൂ. അപ്പോൾ വളരെ ഒരു മുമ്പ് അനുഭവിക്കാത്ത ആ പരിമളം ആസ്വദിച്ചപ്പോൾ ഇവർക്ക് മോഹാലസ്യമോ തലചിറ്റലോ ഉണ്ടായി. ത്വദ്ദാസിക പരിമളൈ, അങ്ങയുടെ ദാസിമാരുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടായ പരിമളം കൊണ്ട് കില മോഹമാബു കില, അവർ മോഹത്തെ പ്രാപിച്ചു അത്രേ. കില എന്ന് പറഞ്ഞാൽ അത്രയെന്നും ആവാം, അല്ലോ ഇനിയാവാം. കിലയ്ക്ക് എന്തർത്ഥം വേണമെങ്കിലും പറയാം. അത് അവ്യയാണ്. അത് 2 അക്ഷരം തികയാത്ത ദിക്കിലൊക്കെ കൊടുക്കാവുന്നൊരു വാക്കാണ് കില, കലു, ച, വ, അങ്ങനെയുള്ള ഒരക്ഷരം 2 അക്ഷരം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എന്നിട്ടോ പുനഃത്വയാ ദത്താം സർവസർവാസി ഗർഭശമനി, തുടർന്ന് അങ്ങയാൽ കൊടുക്കപ്പെട്ടതായ ത്വയാ ദത്താം, അങ്ങയാൽ കൊടുക്കപ്പെട്ടതായ ഉർവശിയെ സ്വീകരിച്ചു. ഉർവശീം ത്രപയാ ഏവ ജഗർഹുസ. എങ്ങനെ സ്വീകരിച്ചു? ലജ്ജയോട് കൂടിയിട്ട്. അവരെ നാരായണമൂർത്തിയെ തോൽപ്പിക്കാൻ പോയതാണ്. അപ്പോൾ അവരാൽ ഇവർ തോൽപ്പിക്കപ്പെട്ടത് കൊണ്ട് അവർക്ക് മൊത്തത്തിൽ
സാധാരണ മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ ചമ്മലായി, ചമ്മൽ വന്നു. കാരണം ഇവർ കൂട്ടിയാലൊന്നും യാതൊരു അവസ്ഥാന്തരത്തെയും പ്രാപിപ്പിക്കാൻ സാധ്യമല്ല. അതാണ് ത്രപയ, നാണംകെട, വല്ലാത്ത ലജ്ജ, താണക്കട അവർക്കുണ്ടായി. കൊൽപ്പം ഒരു മടിയോടുകൂടി ആ ഉർവശിയെ സ്വീകരിച്ചു. ദത്താം തയാ ദത്താം, അങ്ങയാൾ കൊടുക്കപ്പെട്ടതായിട്ടുള്ള ഉർവശിയെ സ്വീകരിച്ചു. ജഗൃഹു ച, സ്വീകരിച്ചു. എന്താണ് ഉർവശിയുടെ പ്രത്യേകത എന്നാണെങ്കിൽ സർവാസി ഗർവശമനീം, എല്ലാ സുന്ദരിമാരുടെയും സൗന്ദര്യത്തെ മങ്ങലേൽപ്പിക്കുന്ന, എല്ലാവരുടെ സൗന്ദര്യത്തിനും മങ്ങലേൽപ്പിക്കുന്ന എന്ന് വെച്ചാൽ അതിനേക്കാൾ സുന്ദരിയായ സർവാസി ഗർവശമനീം, ഗർവത്തെ ശമിപ്പിക്കുന്ന ഉർവശിയെ സ്വൽപ്പൊരു മടിയോടുകൂടി സ്വീകരിച്ചു. സ്വീകരിക്കാനും വയ്യ, സ്വീകരിക്കാതിരിക്കാനും വയ്യ എന്ന നിലയ്ക്ക്. പെട്ടെന്ന് അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ, കാരണം അവരെ തോൽപ്പിച്ചിട്ടാണ്. എന്നാ കണ്ടോളിൻ എന്ന് പറഞ്ഞിട്ടേ അവർ പരാജയ ബോധത്തോടു കൂടിയിട്ട്, മുഖത്ത് ചെറുതായിട്ടൊരു ശങ്കയോട് കൂടിയിട്ട്, തങ്ങൾ തോറ്റുപോയി എന്ന സമ്മതത്തോടു കൂടിയൊക്കെ ത്രപയ, ലജ്ജയോട് കൂടിയിട്ട് അവളെ സ്വീകരിച്ചു. താം ഉർവശിയും ജഗൃഹു, ആ ഉർവശിയെ സ്വീകരിച്ചു. സുന്ദരിമാരുടെ സൗന്ദര്യ മതം നശിപ്പിക്കുന്ന, ഏറ്റവും സുന്ദരിമാരായിട്ടുള്ളവരുടെ സൗന്ദര്യത്തെ, അവരുടെ അഹങ്കാരത്തെ നശിപ്പിക്കുന്ന ഉർവശിയെ ലജ്ജയോടെ സ്വീകരിക്കുകയും ചെയ്തു. ഉർവശി എന്ന് പറഞ്ഞാൽ തന്നെ ഊരുവിൽ നിന്ന് ജനിച്ചവൾ എന്നാണ്. എന്താ വെച്ചാൽ ധനനാരായണ മഹർഷി തൊടയിൽ ഒരു അടി കൊടുത്തു എന്നാണ്. ഒന്നങ്ങോട്ട് അടിച്ചപ്പോൾ അതിൽ നിന്നുണ്ടായതാണ് ഉർവശി. അതുകൊണ്ടാണ് ഊരുവിൽ നിന്ന് ജനിച്ചവൾ ഉർവശി പേരുണ്ടാവാൻ കാരണം. അപ്പോൾ തൊടയിൽ ഒരടി കൊടുത്തപ്പോൾ ആ സേവകരെ അതിന് മുമ്പേ ഉണ്ടായവരാണ്, ഇപ്പോഴോ ഉർവശി ഉണ്ടായി. അവളാവട്ടെ എല്ലാവരുടെ അഹങ്കാരത്തെയും നശിപ്പിക്കുന്ന സർവാസി ഗർവശമനിയും, എല്ലാ സുന്ദരിമാരുടെയും എല്ലാ ദേവസുന്ദരിമാരുടെയും സർവാസി ഗർവശമനിയും ഉർവശിയും ത്രപയാ ജഗൃഹു, ആ ഉർവശിയെ സ്വല്പം മടിയോടുകൂടി ലജ്ജയോടുകൂടി ഒരു ചെറിയ അവർക്കൊരു പരാജയ സമ്മതത്തോടു കൂടിയൊക്കെ തോൽപ്പിച്ചു. നിങ്ങൾ അങ്ങയോട് തോറ്റിരിക്കുന്നു എന്ന് സമ്മതിക്കുന്ന സമാനമായിട്ട് സ്വീകരിച്ചു എന്നർത്ഥം. സമ്മോഹനായ മദനാദയസ്തേ, മോഹിപ്പിക്കാൻ വേണ്ടി വന്നയർന്ന മദനാദയത്തെ, അങ്ങയെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നർത്ഥം. അണത്തെ കർത്താവ് അവിടെ എല്ലാം ശരിക്കും വരിക. പറഞ്ഞു വരുമ്പോൾ നമ്മൾ അങ്ങയെ മോഹിപ്പിക്കാനായിക്കൊണ്ട് ആദ്യം വരണം തേ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അവസാനം ശ്ലോകത്തിൻ്റെ ഭംഗിക്ക് വേണ്ടി അങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. അങ്ങയെ മോഹിപ്പിക്കാൻ, ശരിക്കും ആ തേ എന്തുകൊണ്ട് തുടങ്ങണം, അങ്ങയെ മോഹിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നതായ ആ മദനാദികളും മറ്റും ദാസിക പരിമളൈ കില മോഹമാവു, അങ്ങയുടെ ദാസിമാരായിട്ട് ചില ആൾക്കാരുണ്ട് അവിടെ, അവരുടെ ആ സുഗന്ധം കൊണ്ട് മോഹിപ്പിക്കപ്പെട്ടു. ഒന്നങ്ങനെ വല്ലാതെ തലചിറ്റൽ പോലെയുള്ള മോഹാലസ്യം അവർക്ക് വന്നു. ദത്ത ഉർവശീം ജഗൃഹു, അങ്ങയാൾ കൊടുക്കപ്പെട്ടതായ ഉർവശിയെ പിന്നീട് സ്വീകരിച്ചു. ജഗൃഹു എന്നാണ് ക്രിയ. ജഗൃഹു ദത്താം തയാ ജഗൃഹു ത്രപൈവ സർവ. ഉർവശിയുടെ പ്രത്യേകതയാണെന്ത്, സർവാസി ഗർഭശമനിയും, എല്ലാവരുടെ അഹങ്കാരവും സൗന്ദര്യമുള്ളവരുടെയൊക്കെ അഹങ്കാരം നശിപ്പിക്കുന്നവളാണ്. അത്രയും സുന്ദരിയാണ് എന്നർത്ഥം. ഉർവശിയെ കണ്ട് ദേവേന്ദ്രന് പിന്നെ ഇരിക്കപ്പുറതി ഇല്ലാണ്ടായി. ഒരു ദിവസം പോലും ഉർവശി ഇല്ലാതെ കഴിയാൻ വയ്യ. അങ്ങനെ കുറേ കഥകളൊക്കെ പിന്നെ പറയുന്നുണ്ട് ഭാഗവതത്തിലും മറ്റും. പുരൂരവസ്ഥ വിവാഹം കഴിച്ചപ്പോൾ എങ്ങനെയാണ് ഉർവശിയെ സ്വന്താക്കുക എന്നുള്ള തോന്നലുണ്ടായി. പുരൂരവസ്ഥനോട് ഉർവശി പറഞ്ഞ കണ്ടീഷൻസാണ്, ആട്ടുംകുട്ടികളെ നോക്കണം, താൻ നെയ്യ് മാത്രമേ കഴിക്കുള്ളൂ, വസ്ത്രമില്ലാതെ കാണരുത്. അപ്പോൾ ഈ വ്യവസ്ഥകളൊക്കെ ഇന്ദ്രൻ തെറ്റിച്ചു. അങ്ങനെ ഉർവശിയെ കൊണ്ടുവന്നു എന്നൊക്കെ പറയണു. ഉർവശീൻ രഹിതം മക്യം ആസ്ഥാനൻ ന രോചതേ. ഉർവശി ഇല്ലാണ്ട് എൻ്റെ സ്ഥാനത്തിന് എന്ത് ശോഭയാണ് ഉള്ളത്. ഉർവശി രഹിതം മക്യം ആസ്ഥാനൻ നാദിശോഭതേ എന്ന് തോന്നി എന്നാണ്. ഉർവശി ഇല്ലാണ്ട് എൻ്റെ സ്ഥാനത്തിന്
ശോഭയില്ല. അങ്ങനെ ആ ഇന്ദ്രൻ ഉർവശിയിൽ മയങ്ങി. ഭഗവാനെ മയക്കാൻ വേണ്ടി അയച്ച ആൾ ഇന്ദ്രൻ എന്തായി? അവസാനം ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ഉർവശിയിൽ മയങ്ങി. ഇങ്ങനെയാവും ഭഗവാനോട് കളിച്ചാൽ. ശരതേജസ്സുള്ളവരോടും തപസ്സികളോടും കളിച്ചുകൂടാ. ഇനി അടുത്തത് പറയണത് ദൃഷ്ട ഉർവശീം തവ കഥാം ച നിശമ്യ ചക്ര പര്യാകുലോ ജനിഭവൻ മഹിമാവമർശാത് ഏവം പ്രശാന്തരമണീയ തരാവതാരാത് തത്തോദിയോ വരദകൃഷ്ണ തനുത്വമേവ. ശക്ര കർത്താവതാണ്. ശക്രൻ ആവട്ടെ. പര്യാകുല കഥാംശ നിശമ്യ ചക്ര, വരിയിൽ ലാസ്റ്റാണ് ചക്ര, ഇവിടെ തുടങ്ങണം. ശക്രൻ ആവട്ടെ ഉർവശീം ദൃഷ്ടുവ, ഉർവശിയെ കണ്ടിട്ട്. ശുക്രൻ ഉർവശി ശക്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ. ശക്രൻ ഇന്ദ്രനെ കണ്ടിട്ട് പിന്നെ എന്തും കൂടി ഉണ്ടായി? തവ കഥാം നിശമ്യ, ഈ ചരിത്രം പറഞ്ഞു കേൾക്കുകയും ചെയ്തു. വളരെയേറെ തപോനിഷ്ഠയിൽ നിൽക്കുന്ന നരനാരായണമൂർത്തിയെ പ്രലോഭിപ്പിക്കാൻ അല്പം പോലും സാധിച്ചില്ല എന്നതും സ്വഭൃത്യകളെ കാണിച്ചു കൊടുത്തതൊക്കെയാണ് കഥകൾ. അതാണ് കഥാം തവ കഥാംശ നിശമ്യ. ഇവിടെ വന്നിട്ട് ഇവർ വിഡ്ഢികളായ കഥ ഉണ്ടായതും ഉർവശി സൃഷ്ടിയെക്കുറിച്ചും വിഷയകാണ് തന്നെയാണല്ലോ. കവകഥാംശ നിശമ്യ, ആ കഥകളെല്ലാം കേട്ടിട്ട് ഇന്ദ്രൻ എന്തുണ്ടായി? ഭവൻ മഹിവ അവമർശാത്, അവിടുത്തെ മാഹാത്മ്യം അറിഞ്ഞു. എത്ര പ്രാവശ്യം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും പിന്നെ അബദ്ധങ്ങളാണ് കാണിക്കണം. ഇന്ദ്രൻ അറിയാത്തതൊന്നുമല്ല ഭഗവാൻ ആരാന്നുള്ളത്. എത്ര പ്രാവശ്യം പരീക്ഷിക്കപ്പെട്ടിരിക്കണു ഗോവിന്ദാഭിഷേക കാലത്ത് അല്ലേ? വൃഷഭാവതാര കാലത്ത് മഴ പെയ്യിക്കാതെ നോക്കി, കൃഷ്ണാവതാര കാലത്തോ മഴ പെയ്യിച്ചിട്ട് നോക്കി. രണ്ടോട്ടും വല്ല കാര്യം ഉണ്ടായോ? അങ്ങനെ എത്ര സമയത്ത് ഇന്ദ്രൻ ആ മഹത്വം ഭഗവാൻ കാണിച്ചു കൊടുത്ത് കളിക്കാൻ പറ്റിയ സാധനമല്ലാന്ന് എത്ര പ്രാവശ്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും പിന്നെയും പറ്റിയാണ് അബദ്ധം. ഇത് മായയുടെ ശക്തിയാണ്. അതാണ് ഭവൻ മഹിമ അമർശാത് ബോധ്യായി എന്ന് ഇപ്പോൾ ഇവിടെ പറയണു. തൽക്കാലം ബോധ്യായി എന്ന് പറയാൻ നല്ലത്. എവിടെ ബോധ്യമാവണം? ഇന്ദ്രനാണ് ബാക്കിയുള്ളവർക്ക് ബോധ്യമാവണ പോലെയും കൂടി ബോധ്യമാവാത്തത്. നമുക്കൊക്കെ കുറച്ചെങ്കിലും അറിയാം. എന്ത് ഭഗവാന്റെ മഹത്വം അറിയാൻ കഴിയില്ല എന്നെങ്കിലും അറിയാം അല്ലേ? അറിയാം. വേറെ ഒന്നും അറിയില്ലെങ്കിലും ഭഗവാന്റെ മഹത്വം അറിയാൻ കഴിയാത്തതാണ് എന്ന് ഇതിനകം പഠിച്ചു. അത്ര പോലും അറിയില്ല ആർക്ക്? ദേവേന്ദ്രൻ. അവനെ പരീക്ഷിക്കാൻ വിടുമോ? അപ്പോൾ ദേവേന്ദ്രന് ഒട്ടും അറിയില്ല ഈശ്വര മഹത്വമോ അല്ലെങ്കിൽ സാത്വിക ബുദ്ധിയോ യഥാർത്ഥ ബുദ്ധിയോ ഇല്ലാത്ത ഒരാളായിട്ടാണ് നമ്മൾ ഇന്ദ്രനെ കാണുക. അല്ല ചാഹല്യൊക്കെ അങ്ങനെ ചെയ്യുമോ? എത്ര സന്ദർഭങ്ങളിലാണ് ഇന്ദ്രൻ വേണ്ടായ്മ അത്തരം കാണിച്ചിരിക്കുന്നത്. അവിടെ പറയണ ഭവൻ മഹിമാമർശാത്, അപ്പം ബോധ്യായി എന്ന് പറയണു. എത്ര നേരത്തേക്കെന്ന് കണ്ടറിയണം. തൽക്കാലം ബോധ്യായി എന്ന് പറയുകയാണ് നല്ലത്. പര്യാകുലോചനി, ഒക്കെപ്പാടെ പരിഭ്രമായി. ഇനി വല്ല ശിക്ഷ ഇതിൻ്റെ പിന്നാലെ വരുമോ, അതെനിക്ക് വല്ല ദോഷം വരുമോ എന്നൊക്കെ വെച്ചാൽ പര്യാകുലോചനി, വ്യാകുലനായി തീർന്നു. ഇന്ദ്രനാകെ കഷ്ടത്തിലായി വിഷമിച്ചു എന്നർത്ഥം. ഇനി ഭഗവാനെ പരീക്ഷിച്ചതിൻ്റെ ചീത്തഫലം, തനിക്ക് ദോഷങ്ങൾ എന്തെങ്കിലും വരുമോ എന്ന് വിചാരിച്ച് പര്യാകുലോ അജനി, പര്യാകുലം പരിഭ്രമം, അജനി ജനിച്ചു, പരിഭ്രമം ഉണ്ടായി. ശക്ര ഉർവശീം ദൃഷ്ട്വ തവ കഥാം നിശമ്യശ, ഉർവശിയെ കണ്ടിട്ടും തൻ്റെ കഥ കേട്ടിട്ടും അങ്ങയുടെ കഥ കേട്ടിട്ടും ഭവൻ മഹിവ അമർശാൽ, മഹിമ അറിഞ്ഞിട്ടും പര്യാകുലോചനി, പരിഭ്രമം ഉണ്ടായി. നീ പറയുകയാണ് ഇങ്ങനെ ഈ ഭഗവാന്റെ മാഹാത്മ്യം ഭഗവാനോട് ഉപമിക്കാൻ ഭഗവാനല്ലാണ്ട് വേറെ ആരാണ് ഉള്ളത്? ഹേ വരദ എന്ന് പറയുകയാണ്. ഹേ വരദ ഇത് വാക്ക് വച്ചിരിക്കുന്നത് 4ാമത്തെ വരിയിലെ നടുവിലാണ്. തത്തോദിയോ വരദ, അത് സംബോധനയാണ്. ഹേ വരദ എന്ന് വിളിക്കുകയാണ്. ഏവം പ്രശാന്തരമണീയതരാവതാരാത്, പ്രകാരം ശാന്തമായ അവതാരം. ശാന്തമായ അവതാരം എന്ന് പറയാൻ കാരണം യാതൊന്നിലും പ്രലോഭിക്കപ്പെടാത്തത് എന്നുള്ളതുകൊണ്ടാണ്. ഇതിനാണ് നമ്മൾ ശാന്തത എന്ന് പറയുക. അത് എവിടെ കാണാൻ പറ്റുള്ളൂ? അങ്ങയിൽ തന്നെ കാണാൻ പറ്റുള്ളൂ. വേറെ എവിടെയും ഇത്തരത്തിലുള്ള ശമം തപോബലം ഇതൊന്നും ലോകത്തിൽ കണ്ടുകൂടാ. സർവേശ്വര അങ്ങയിൽ മാത്രമല്ലേ. തൊത്തോദിയോ, അങ്ങയേക്കാൾ വലുത് ആരുണ്ട്? വരദ ത്വമേവ, അങ്ങയേക്കാൾ വലുത് അങ്ങനെയുള്ളൂ. സാഗരസ്യ സാഗരോപമം ഗഗനം ഗഗനോപമം കേട്ടില്ലേ? രാമരാവണ യുദ്ധത്തിനെ പറ്റി പറയുമ്പോഴേ ആകാശത്തിന് ആകാശം ഉപമ, സമുദ്രത്തിനോ സമുദ്രം ഉപമ, അങ്ങേക്കോ അങ്ങ് ഉപമ.
തത്തോദികോ വരദ, അങ്ങേക്കാൾ വലുതായിട്ട് കൃഷ്ണതനുത്തമേവ, കൃഷ്ണാവതാരത്തിൽ അങ്ങേക്കറ്റുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതാരാണ്? അങ്ങനെയാണ്. അപ്പോൾ അങ്ങേക്ക് വലുത് ആരേ ഉള്ളൂ? അങ്ങേക്കാൾ വലുത് ആരേ ഉള്ളൂ? അങ്ങനെ ഉള്ളൂ. കൃഷ്ണനായിട്ട് അവതരിച്ചത് ആരാണ്? വേറെ ആളല്ല. അങ്ങനെയല്ലേ? അവിടെ ആ കൃഷ്ണാവതാരത്തിൽ വേണമെങ്കിൽ അങ്ങേക്കാൾ വലിയ ആളുണ്ട് എന്ന് പറയാം, അല്ലാണ്ട് വേറെ ആരാളുള്ളത്? അപ്പോൾ അങ്ങയോളം വലുപ്പം അങ്ങേക്ക് മാത്രം തന്നെ ഉള്ളൂ. തത്തോദികോ വരദ കൃഷ്ണതനുസ്ത്വമേവ, കൃഷ്ണരൂപം എടുത്തിട്ടുള്ള അങ്ങേക്കല്ലാണ്ട് വേറെ ആർക്കാണ് അങ്ങയോടുള്ള തുല്യത ഉള്ളത് എന്ന് ചോദിച്ചിട്ട് 8ാമത്തെ ശ്ലോകം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ദൃഷ്ടോർവശീം തവ കഥാംശ നിശമ്യ ചക്ര പര്യാകുലോചരി ഭവൻ മഹിമാമർശാൽ ഏവം പ്രശാന്തരമണീയ തരാവതാരാൽ തത്തോദികോ വരദ കൃഷ്ണതനു ത്വമേവ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.